ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണം ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ഹൃദയം ഒത്തിരി മാത്രം വേദനിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം അതിൽ ഞാൻ പരിപൂർണ്ണമായിട്ട് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് അത്രമാത്രം വിഷമമുണ്ട് കേട്ടോ. നിങ്ങൾ എന്നെ കരുതി ഞാനിങ്ങനെ ആക്ട് ചെയ്ത് സംസാരിക്കാന്നുള്ളത്, സീരിയസ്ലി ആക്ട് ചെയ്യുക, എനിക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി അറിയാം കേട്ടോ. അപ്പോൾ മറ്റൊന്നുമല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ കാരണം ഒരു കുഞ്ഞിൻ്റെ ഹൃദയം വേദനിച്ചു എന്ന് പറഞ്ഞ ഒരാൾ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കാരണം ഒരു കുഞ്ഞിൻ്റെ ഹൃദയം, എന്നെക്കുറിച്ച് ആ കുഞ്ഞിൻ്റെ ABCD പോലും അറിയത്തില്ല. ചിലപ്പോൾ ഇനി പറഞ്ഞ് പഠിപ്പിക്കുമായിരിക്കും കേട്ടോ, അതെനിക്കറിയത്തില്ല. ബിക്കോസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോ കാണണം. കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുകയാണ് ഇത്. ചുമ്മാ പറയുന്നതല്ല, ഈ ഞഞ്ഞാവുഞ്ഞ ആൾക്കാർ ഇവർ പറഞ്ഞ പോലെ പറയുന്നതല്ല. ഞാൻ ഫുൾ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വിത്ത് വീഡിയോ ആൻഡ് ഓഡിയോ പ്രൂഫോട് കൂടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, കയറി കണ്ടോ. പക്കായിട്ട് നിങ്ങൾക്ക് യഥാർത്ഥ സ്വഭാവം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മനോജ് ജെബിൻ വ്ലോഗ്. അപ്പോൾ ഇപ്പം സമയം 2:40 കേട്ടോ. നോക്കിയോ, അതിന് വെളുപ്പിനെ 2:40 കേട്ടോ. ഞാൻ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറച്ച് നേരമായി, പക്ഷെ എനിക്കിതിപ്പോൾ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ടൈമില്ല ഇവിടെ. അതുകൊണ്ടായിരുന്നു ഞാൻ കുറച്ച് തിരക്ക്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെയും എൻ്റെ മനുഷ്യനെ മെൻഷൻ ചെയ്ത് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിൽ സംസാരിച്ചേ പറ്റൂ. ഞാനങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം. എന്താ പറയണ്ടേ, എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത് സംസാരിച്ച ഒരാളാണിത്. അപ്പോൾ പുള്ളിക്കാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ വാട്സപ്പിലും മെസ്സേജ് അയച്ചേക്കുന്ന ഈ പുള്ളിക്കാരിക്ക് അല്ലെങ്കിൽ തനുജെന്ന് ചേച്ചിക്ക് എൻ്റെ പേരറിയത്തില്ല. നല്ല ആളാട്ടോ. എന്റെ ചേട്ടായി മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഒരു പേര്, മനു അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം ID യൂട്യൂബ് ഒക്കെ ഉള്ള ഒരുത്തനുണ്ട്. അപ്പൊ ഇവൻ ഇതിനു മുന്നേ ഇവന്റെ വീഡിയോ ഒക്കെ കണ്ട് കരഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പൊ ഞാൻ ഇതിനു മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിരുന്നു, എന്തിനാണ് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഈ ചേച്ചി എനിക്ക് ഫസ്റ്റ് ടൈം, അപ്പം ഞാൻ ഈ ചേച്ചി ഇട്ട വീഡിയോയുടെ ലൈവാണെന്ന് തോന്നുന്നു, അതിൻ്റെ താഴെ ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു സംഭവം ഇട്ടേക്കുന്നു. അതായത് മനു ജെബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയത്തെ ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്താ പറയണ്ടേ, ഒരു ഗേ ആണ്. അപ്പോൾ ഗേ ആയതുകൊണ്ട് ഒരാണും ആണ് തമ്മിൽ ഇഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ട്, അതെന്താ ഞങ്ങൾക്ക് ആണുമാണ് തമ്മിൽ ഇഷ്ടപ്പെടത്തില്ല? അതിനുള്ള നിയമം ഇന്ത്യയിലുണ്ടല്ലോ. ഇന്ത്യ ഉള്ളത് കൊണ്ടാണ് ഇഷ്ടപ്പെട്ടേക്കുന്നത്. 2018 നിയമം വന്നാലും ചേച്ചി അറിഞ്ഞു കാണത്തില്ല, അറിയും. പക്ഷെ ഞങ്ങൾ അറിഞ്ഞിട്ടാണ് ഈ സംഭവം ചെയ്തേക്കുന്നത്. ഓക്കെ, ചേച്ചിയുടെ ചിലപ്പോൾ വിവരമില്ലായ്മ കൊണ്ടായിരിക്കാം ചേച്ചി ഇത് പറയുന്നത്, എനിക്കറിയത്തില്ല. ഇപ്പോൾ പറഞ്ഞു വന്നപ്പോഴത്തേന് എൻ്റെ ചേട്ടായി ഇച്ചായി അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എൻ്റെ പേഴ്സണൽ വിളിക്കുന്ന പല റീസൺസും ഉണ്ട്. അത് ചേച്ചിക്ക് ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ചേച്ചിയുടെ ചാനലിൽ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചേച്ചിയെക്കുറിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും ഞാൻ ചേച്ചിയെക്കുറിച്ച് എവിടെയെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ഇതുവരെ? എനിക്ക് ചേച്ചിയെ സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് അറിയത്തേയില്ല. ചേച്ചി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചേക്കുമായിരുന്നു. എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു പുള്ളിക്കാരിയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കുറച്ചും കൂടെ കഴിയട്ടെ, അവർ കാണിച്ചു തരാം. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു വരുന്നത് ഫുള്ള് കേൾക്കണേ. അവൻ ഒരു ആണിനെ തന്നെയാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചത്, നിങ്ങൾക്കൊക്കെ അറിയായിരുന്നു. അതിനിപ്പോ എന്താ പ്രശ്നം? ഇവൻ എന്ത് ചെയ്തെന്നറിയോ, എനിക്ക് മറുപടി ഒക്കെ തന്നു. ചേച്ചി എന്നും പറഞ്ഞ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ്, വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്നെ മോളെയൊക്കെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇപ്പൊ. ഓക്കെ, ഇങ്ങനത്തെ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. പുള്ളിക്കാരെ അയച്ച മെസ്സേജ്, ഇൻസ്റ്റാഗ്രാം തൊട്ട് ഇങ്ങനെ കിടക്കുന്ന മെസ്സേജ് ഫുള്ള് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. വാട്സപ്പിൽ ചാറ്റ് ചെയ്തിരുന്ന ഡീറ്റെയിൽസ് എൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഞാനത് തെളിവ് സഹിതം കാണിച്ചു തരണമല്ലോ. അല്ലാതെ പുള്ളിക്കാരി പറയുന്ന പോലെ ഈ കള്ളത്തിന് ഉൾപ്പെടെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്കാരിയാണ് എനിക്ക് ഫസ്റ്റ് ടൈം മെസ്സേജ് അയക്കുന്നത്. പുള്ളിക്കാരി എനിക്ക് ഇങ്ങോട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നമ്പർ തരുന്നു. അതുപോലെ നൈറ്റൊക്കെ വിളിക്കുകയാണ്. നൈറ്റ് വിളിക്കുമ്പോൾ എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, ഫോണിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഓവറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇത് രാത്രി 1 മണിക്കും 12 മണിക്കും ഒക്കെ വിളിക്കണേ. ഞാൻ വിളിച്ചിട്ട് എന്നെ ഫോൺ എടുക്കാത്ത എന്നോട് ദേഷ്യമാണോ? ഞാൻ ദേഷ്യപ്പെടാൻ എൻ്റെ കാമുകിയാണോ നിങ്ങൾ? എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു ആളെ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഞാനത് എല്ലാവരുടെ മുമ്പിൽ തുറന്നു കാണിച്ച് അന്തസ്സോട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അല്ലാതെ എന്താ വേണ്ടേ, മാറി നിന്ന് അവിടെ പോയി അങ്ങനെ പറഞ്ഞ് ഇവിടെ പോയി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കാര്യത്തിലോ എൻ്റെ മനുഷ്യൻ്റെ കാര്യത്തിലോ ചേച്ചിക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ ഇപ്പോഴും അത്ര റെസ്പെക്റ്റോടു കൂടിയാണ് സംസാരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് താങ്കൾ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം, പക്ഷെ എനിക്ക് എന്നോട് താല്പര്യമില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മാതാവ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ബിക്കോസ് അതെന്താന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കറക്റ്റാണ് തെളിവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ആൾക്കാരെയും കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി ഒന്നും നിന്നിട്ടില്ലാത്ത ഒരാളാണ്. എനിക്ക് തോന്നുന്നത്
കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഞാൻ പുള്ളിക്കാരുടെ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് മീൻസ് ഇത് മാതാവിനെ കളിയാക്കി പാടുന്ന ഒരു പാട്ട്. പുള്ളിക്കാരി എനിക്ക് ഏറ്റവും അവസാനം അയച്ചേക്കുന്ന മെസ്സേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവസാനം എന്ന് പറയുന്നില്ല, ഞാൻ എൻ്റെ വാട്സപ്പിൽ അവസാനം അയച്ചേക്കുന്ന മെസ്സേജ്. എനിക്ക് ലാസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് നിങ്ങളെ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അയച്ചേക്കുന്നത്, മോനെ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അപ്പോൾ ഹോസ്പിറ്റലാണ്, അപ്പോൾ അതുകൊണ്ട് മോൻ മാതാവിനോട് പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കും, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ചിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കാണുന്നത് വെച്ചാൽ മാതാവിനെ കളിയാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. ആ സെക്കൻഡ് ഞാൻ പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം ഫോണിൽ എൻ്റെ കോണ്ടാക്റ്റിലുള്ള സംഭവം അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ അങ്ങ് ഇത് ചെയ്തു, എന്നതാ ബ്ലോക്ക് ചെയ്തു. ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ ഞാൻ ആ സെക്കൻഡ് തന്നെ ബ്ലോക്ക് ചെയ്യും. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, ഞാൻ ബ്ലോക്ക് ചെയ്യണോ വേണ്ട എന്നുള്ളൊരു കാര്യം. പിന്നെ പുള്ളിക്കാരി പറഞ്ഞു അത് പോട്ടെ. അവിടെ പോയിട്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞേക്കുന്നേ. എടോ, നീയൊക്കെ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, മനസ്സിലായല്ലോ? നീയൊക്കെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരാളാന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, മനസ്സിലായോ? മറ്റാൾക്കാർ ഞാൻ ചേച്ചിയോട് എന്താണ് പറഞ്ഞേക്കുന്നത്? ചേച്ചി ഇത് പറയണം, ചേച്ചി തെളിവ് ഉൾപ്പെടെ കാണിക്കണം. ഞാൻ ചേച്ചിനെ വെല്ലുവിളിക്കുന്നു. ചേച്ചി പെണ്ണാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ചേച്ചിയോട് പറഞ്ഞ എന്തൊക്കെ കാര്യമാണെന്നുള്ളത് ചേച്ചി തെളിയിക്കണം. ഞാൻ എവിടെ നുണപരിശോധനയ്ക്ക് തയ്യാറാണ്. ഞാൻ ഇതുപോലെ മാറി മറിച്ച് നിന്ന് ഉണ്ടാക്കി പറഞ്ഞ ഒരാളല്ല. ഞാൻ നേരിട്ടാണ് പറയുന്നത്, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ തയ്യാറാണ്. അതിന് എത്ര വലിയ കൊമ്പം വന്നാലും ഞാൻ തയ്യാറാണെന്ന് തന്നെ പറയും. എനിക്ക് നിങ്ങളെ പേടിയില്ല. എനിക്ക് നിങ്ങൾ മറ്റുള്ളവരെ പേടിപ്പിക്കുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ നിങ്ങളുടെ അവതാരത്തിലല്ല കഴിയുന്നത്. ഓക്കെ, അതിപ്പോൾ ഈ ചൂണ്ടി തന്നെ പറഞ്ഞാൽ നിങ്ങളുടെ അവതാരത്തിലല്ല കഴിയണത്. അത് മറ്റെന്തിനെ കടുപ്പിനെ എൻ്റെ മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർത്താനം കേട്ട് നമ്മളെ വേദനിപ്പിക്കുകയാണെങ്കിൽ നീ അവിടെയൊക്കെ കാണിച്ചു കൊടുക്കുന്ന വെറും എന്താ പറയണ്ടേ? നിന്നോടൊരു നല്ലൊരു സഹതാപവും സ്നേഹവും ഉണ്ടായിരുന്നു, അതുപോലും മനസ്സിൽ നിന്ന് പോയി. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സഹതാപം എനിക്ക് എന്തിനാ? എടാ മാത്രം നോക്കിയത് അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സഹതാപം എനിക്ക് എന്തിനാ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്, അയ്യോ ചേച്ചി എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, ഒന്ന് സഹതിപ്പിക്കോ പ്ലീസ്, എന്ത് പറയാൻ നിങ്ങളുടെ മുമ്പിൽ വന്നോ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നോ? നിങ്ങൾ പറയണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നോ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ പറയണം ഈ കാര്യങ്ങൾ. പിന്നെ എനിക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട, ഞാൻ സഹതാപം കൊണ്ടല്ല ജീവിക്കുന്നത്. ഓക്കെ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ എൻ്റെ മനുഷ്യരുടെ ജീവിച്ചേക്കുന്നത്. നിങ്ങൾ ആരെയും കണ്ടിട്ടല്ല ഞങ്ങൾ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ഓക്കെ, ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയെ അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നത്. അത് ഇന്ത്യയിൽ നിയമമുണ്ട്, ആ നിയമം ഉള്ളത് കൊണ്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആരെ സഹതാപം വേണ്ട. എൻ്റെ മനുഷ്യരുടെ മരിച്ചു പോയെങ്കിൽ അത് എൻ്റെ മാത്രം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ല ഞങ്ങളുടെ ഫാമിലിയിൽ പെടുന്ന കാര്യങ്ങൾ. ഞങ്ങളുടെ ഫാമിലിയിൽ പെടുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിവിടെ എന്താ പറയുക എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ പേഴ്സണായിട്ട് ഒരു പിടുത്തവുമില്ല. എനിക്ക് ഈ പുള്ളിക്കാരി മെസ്സേജ് അയക്കുന്നത് കുറേ മെസ്സേജ് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ അത് കാണണേ, അത് കാണുക തന്നെയാണ്. അതായത് മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാനിങ്ങനെ തനുജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചേച്ചി. അപ്പോൾ എനിക്ക് പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ ആരാന്ന് അറിയത്തില്ല. ഞാൻ ഇതിൻ്റെ പുറകെ ഒന്നും നിൽക്കുന്ന ഒരാളല്ല. അതായത് എന്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ട് ഇന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തൊരു അല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. എനിക്ക് സോഷ്യൽ മീഡിയയോട് അത്രയും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ബിക്കോസ് അത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. എൻ്റെ മനുഷ്യനെ മരിച്ചു കഴിഞ്ഞെങ്കിലും ഞാൻ ആകെ 2 ഇൻ്റർവ്യൂ ആണ് കൊടുത്തേക്കുന്നത്. ആ ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് എന്താണ് ഉണ്ടായെന്നുള്ള കാര്യം അറിയാനായിട്ടും, രണ്ടാം മനുഷ്യൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കാര്യം സബ്മിറ്റ് ചെയ്യാനായിട്ടും, ഓട്ടോപ്സി സബ്മിറ്റ് ചെയ്ത് കാണിക്കാനായിട്ടും. അല്ലാതെ ഞാൻ ഇതുവരെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. പിന്നെ എനിക്ക് വേണേ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് അന്നത്തെ കാലം തൊട്ടേ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വേണേ കയറി തൂറി മെഴുകായിരുന്നു ഇവരൊക്കെ കാണിക്കുന്ന പോലെ കേട്ടോ. ഞാനത് കാണിച്ചിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളല്ലാതെ ഞാൻ വേറെ ഒരു വീഡിയോസും ഇട്ടിട്ടില്ല. അതിനുള്ളൊരു മാന്യത എനിക്കുണ്ട്. ബിക്കോസ് 1.5 വർഷമായി ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങളെ ഇപ്പോൾ അറിയാം അല്ലെ? ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഉള്ള കാര്യമാണ്, ഞാൻ പുള്ളിക്കാരെ നേരിട്ട് കണ്ടില്ല. പുള്ളിക്കാർ നമുക്ക് സിനിമയ്ക്ക് പോകാം, നമുക്ക് അവിടെ പോകാന്നൊക്കെ പറഞ്ഞ് രാത്രിയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ എവിടെ ഇല്ല. പിന്നെ അപ്പാർട്ട്മെന്റിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ട. കാരണം ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അത് നമ്മുടേതായിട്ടുള്ളൊരു സ്വകാര്യതയുള്ള സ്ഥലം. എനിക്ക് അവിടെ എല്ലാവരും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാലോ, ഒരു വ്യക്തികളെ ഞാൻ അങ്ങോട്ട് കയറ്റുന്ന ഒരാളല്ല. ഈ പറഞ്ഞേക്കുന്നതൊക്കെ സത്യമല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഞാൻ 100% എവിടെ വേണമെങ്കിലും നുണപരിശോധനയ്ക്ക് തയ്യാറാണ്. അത് ഇപ്പോഴും പറയുന്നു. പിന്നെ ഇനി പറയാനുള്ളത് അടുത്തത് കേക്കട്ടെ ബാക്കിയുടെ. അശ്വിൻ കറക്റ്റാ. ഇത്രയും പിന്നെ മനുവേട്ടൻ നല്ല ഞാൻ മനുചേട്ടനെ വിളിക്കാറ്. മനുവേട്ടൻ നല്ല ഞാൻ വിളിക്കാറ്. ഞാൻ എന്താ വിളിക്കാറുള്ളതെന്ന കാര്യം
എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഈ പുള്ളിക്കാരി ഇപ്പം തന്നെ മനസ്സിലായാലും ഞാൻ ആ പുള്ളിക്കാരി നമുക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം. പുള്ളിക്കാരി എവിടെയോ ഇതിൻ്റെ അകത്ത് കയറി കണ്ടിട്ട് അതിൻ്റെ രീതിയിൽ പറയുന്ന ആകെ കുറച്ച് ചാറ്റും അതുപോലെ തന്നെ സംഭവം ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ ലൈവിൽ തന്നെ കാണിച്ചു തരാം, അല്ല ഇപ്പം ഈ വീഡിയോസിൽ തന്നെ കാണിച്ചു തരാം. ഞാൻ ഒരു കള്ളത്തരം കാണിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പോലും എന്നോട് വന്നിട്ട് എന്താ ചേച്ചി എന്തേ പ്രശ്നമുണ്ടോ എന്തോ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ല വീണയുടെയും ചിന്നുന്റെയും പോയിട്ട് കമന്റ് ഇട്ടപ്പോ ഞാൻ പോയിട്ട് മനസ്സിലായി ഓക്കെ അത് തന്നെ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സഞ്ചറിൽ ഇത് കമന്റ് ഇട്ടു, വോയിസ് ഇട്ടു. എടോ താനൊക്കെ ചെയ്യുന്നത് താങ്ക് യു കേട്ടോ, താങ്ക് യു താനൊക്കെ ചെയ്യുന്നത് മഹാവൃത്തികേടാ. എന്നെ എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താനിപ്പോ അവള് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയുള്ളത്. പക്ഷെ താനൊന്ന് ആലോചിക്കണം, തനിക്ക് പോലും അറിയാത്തൊരു അമ്മയും കുഞ്ഞും താൻ ഈ പറയുന്നത് പച്ച കളത്തരമാണ്. ഞാൻ ഈ പുള്ളിക്കാരെ ബ്ലോക്ക് ചെയ്യുന്നത് കഴിഞ്ഞ മാസം എനിക്ക് ആ ഡേറ്റ് ഞാൻ കറക്റ്റാണ്, ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു മാതാവിന്റെ വീഡിയോ കണ്ടതിന് ശേഷം അന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത പുള്ളിക്കാരെ എല്ലാ ഫുൾ കോൺടാക്റ്റും ബ്ലോക്ക് ചെയ്തേക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് പുള്ളിക്കാർ പറയുന്നത് പച്ചക്കളർ. ഇനി പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കുന്ന ഒരാളാണ്. അങ്ങനെ അയച്ചാലും വരുമോ ഇല്ലൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പുള്ളിക്കാരെ വിളിക്കുന്നു, തെളിയിക്കാൻ വേണ്ടി പറയുന്നു. എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ് ലൈവായിട്ട് കാണിക്കാൻ ഞാൻ തയ്യാറാണേ. ഈ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പച്ചക്കളർ ഞാൻ ഈ പുള്ളിക്കാരി ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതിൻ്റെ അടി വന്ന് എഴുതിയിട്ടുണ്ട് പുള്ളിക്കാരി പറഞ്ഞ പച്ചക്കളത്തരാന്നുള്ള കാര്യം. ബിക്കോസ് ഞാൻ ഈ പുള്ളിക്കാരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഈ പുള്ളിക്കാരി മെസ്സേജ് ഇടുന്നത് ഞാൻ മെസ്സേജ് ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് ജിനിച്ചേട്ടനും കുഞ്ഞും അതുപോലെ തന്നെ ഈ എന്താ ചേച്ചിയും തനുജ എന്ന് പറഞ്ഞ ചേച്ചിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം അയച്ചു തരുന്നത്. അപ്പത്തിന് ജിൻചേട്ടനെ എനിക്കറിയാം. ബിക്കോസ് നമുക്ക് എല്ലാവരും നമ്മൾ ടി വി കൂടെ കണ്ടേക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരുടെ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരി പറഞ്ഞു. അപ്പം ഞാനും എൻ്റെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരിയോട് പറഞ്ഞു. പുള്ളിക്കാരോട് പറഞ്ഞ റീസൺ വെച്ചാൽ എൻ്റെ പേഴ്സണൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി സംസാരിച്ചപ്പോൾ ഞാൻ അതുപോലെ തന്നെ തിരിച്ച് സംസാരിക്കും. സമാധാനിപ്പിക്കുന്ന രീതി സംസാരിച്ചല്ലാതെ പുള്ളിക്കാരിയായിട്ട് ഞാൻ ഒരു രീതിയിലും വേറെ ടോക്ക് ചെയ്തിട്ടില്ല. ബിക്കോസ് ഞാൻ കരുതിയൊക്കെ പുള്ളിക്കാരി പറഞ്ഞത് ശരിയായിരിക്കും എന്നുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ ഈ കാര്യം ഇതാണോ ശരി അല്ല മറ്റേതാണോ ശരി മറിച്ചാണോ ശരി എന്ന് പറഞ്ഞ് ഞാൻ അപ്പുറത്ത് ചോദിച്ചു നടക്കുന്ന ഒരാളല്ല. എനിക്ക് അതിന് സമയമില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എനിക്ക് ഈ ഉടായ്പ് കാണിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ പുറകെ നടക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ അങ്ങനെ അയച്ചിട്ട് സംസാരിച്ച ഒരാളാണ്. വാട്സപ്പിൽ എനിക്ക് പുള്ളിക്കാർ ഇങ്ങോട്ടാണ് നമ്പർ ഇട്ട് തന്നേക്കുന്നത്, ഞാൻ അങ്ങോട്ടല്ല. ഓക്കെ, അത് നിങ്ങളെ കാണിച്ചു തരണം. ബിക്കോസ് പുള്ളിക്കാരി പറഞ്ഞപ്പോഴത്തേന് തന്നെ നമ്മളെ വെറും മോശക്കാരനാക്കിയുള്ള സംസാരവും പുള്ളിക്കാരി ഭയങ്കര ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥാനത്ത് നിൽക്കുന്ന പുള്ളിക്കാരി. ഞാൻ സാധാരണ ഒരു യൂട്യൂബറാണ്. ഞാൻ യൂട്യൂബർ എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു യോഗ്യനല്ല. ഞാൻ യൂട്യൂബറൊന്നും അല്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ, അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പോയി സംസാരിക്കാനായിട്ട് ആരുമായിട്ട് ഒരു വളവിളാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് എൻ്റെ കാര്യത്തിലോ എൻ്റെ മനുഷ്യൻ്റെ കാര്യത്തിലോ പേഴ്സണായിട്ട് ഇടപെടാൻ വേണ്ടി നിൽക്കരുത്. പിന്നെ നിങ്ങളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളെ കുറച്ച് പേർക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞ വളരെ കുറച്ച് പേർക്ക്. ഞാൻ നിങ്ങളെപ്പോലെ വലിയ ഒരു യൂട്യൂബറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയല്ല. ഓക്കെ, ഞാൻ പൊതുസമൂഹത്തിന് മുമ്പ് ഞാൻ പോയി യൂട്യൂബറാണ് അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് അറിയാം. അപ്പോൾ അറിയുന്നതുകൊണ്ട് പല ആൾക്കാരും നമുക്ക് മെസ്സേജ് അയക്കും. ഇപ്പം എനിക്ക് നിങ്ങളെ അറിയാമെന്ന് പറഞ്ഞിട്ട്, അല്ല ഇപ്പം എന്താ നിങ്ങളായിട്ട് ഞാൻ ചാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മറ്റൊരു വ്യക്തി വന്നിട്ട് എൻ്റെ നമ്മുടെ ചാനൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ചോദിക്കാൻ താൻ ആരാ എന്ന് വേണം എനിക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ ചോദിക്കൂല ചേച്ചി. ബിക്കോസ് അതെൻ്റെ മര്യാദ. പിന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം ചേച്ചിക്ക് ഇവിടെ വിളിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, ഇനി ഇത് ആവർത്തിച്ചാലല്ല, ഞാൻ ഓൾറെഡി ഞങ്ങളുടെ വക്കീലായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യമില്ലാതെ നമ്മൾ വെറുതെ അലിഗേഷന് വേണ്ടി എടുത്തിട്ടുള്ള രീതിയിൽ ടോക്ക് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, നമുക്ക് എവിടെ കൊണ്ട് പരാതി കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരെ തിരക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്താ പറയണ്ടേ, ഇങ്ങനെ ഇത് കയറി നടക്കാൻ വേണ്ടി പറ്റത്തില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ജെബിനങ്ങ് മെനക്കെട്ട് കഴിഞ്ഞാൽ എനിക്ക് മുകളിൽ ആകാശം താഴെ ഭൂമി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ അങ്ങനെയാണ് നിൽക്കണേ. എന്നെ വെറുതെ ഒരുമാതിരി മറ്റവനാക്കരുത്. പിന്നെ ഞങ്ങളുടെ വ്യക്തിത്വത്തിൽ ഞങ്ങൾ എങ്ങനെയും ജീവിക്കും, അത് നിങ്ങൾക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ നിങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ വന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ വന്നിട്ടില്ല. ഇനി പുള്ളിക്കാരെ അയച്ചേക്കുന്ന മെസ്സേജസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇനി ഇതിന്റെ വേറെ ഉണ്ടോന്ന് നോക്കട്ടെ. വീഡിയോ വഴി കണ്ട് മനസ്സിലാക്കിയൊരു ഇതുണ്ടല്ലോ, താനും ഇതുപോലെ ഇരുന്നൊരു ദിവസം കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മരിച്ചുപോയി ഇപ്പൊ മനുഷ്യായമായേ. ഇത്രയും നേരം ഇത് മനുവേട്ടനായിരുന്നു. ഒരുപാട് ഞാൻ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ എന്റെ പൊന്നെ, കിടപ്പുണ്ടായിരുന്നെങ്കിൽ അവള് കരുതായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായോ, താനോടൊന്നും ഒരു സഹതാപോ സ്നേഹമോ കാണിച്ചു തന്നൊരു കാര്യമില്ലാന്ന്. താനൊക്കെ ഇങ്ങനെ പോകും.
എങ്ങനെ പോവുള്ളെന്ന് എന്ത് സഹതാപം. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സഹതാപം കൊണ്ട് എൻ്റെ കഞ്ഞി വീകും. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോസിലിട്ട് വിറ്റ് എൻ്റെ സംഭവം നടത്താറില്ല. ഓക്കെ, ഞാനിത് പറയാൻ വേണ്ടി ഇരുന്ന ഒരാളല്ല, പക്ഷെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഞാൻ പറയാൻ വേണ്ടി ഇരുന്ന ഒരു വ്യക്തിയല്ല, ഇത് എന്നെ കൊണ്ട് വ്യക്തിപരമായിട്ട് എന്നെ പറയിപ്പിക്കുന്നതാണ്. എനിക്ക് പല ഫ്രണ്ട്സും ഉണ്ടാവും. അതിന് തനിക്കെന്താണ് പ്രശ്നം? ഞാൻ പല ആൾക്കാരായിട്ട് കമ്പനി ഉണ്ടാവും. എനിക്ക് നിങ്ങളെ ഒരാളെ മാത്രമല്ല, എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ അറിയാം. എനിക്ക് ഫിലിം ഫീൽഡിലുള്ള കുറേ ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. ഈവൻ എനിക്ക് ഫിലിമിൽ അഭിനയിക്കുന്ന നല്ല നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. അതുപോലെ പോലീസുകാരായിട്ട് ബന്ധമുണ്ട്, വക്കീലായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്തിനാ ഞാൻ തന്നെ ബോധിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ചേച്ചിനെ ബോധിപ്പിക്കുന്ന കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ മറ്റാർക്കും ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഞാൻ ചിലപ്പോൾ വീഡിയോ കൊടുക്കും. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള, എൻ്റെ ചാനലാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഞാൻ ആർക്കും കൊടുക്കും എന്നുള്ള കാര്യം. ഞാൻ നിങ്ങളുടെ ഔദാര്യത്തിലല്ല കഴിയുന്നത്, അല്ല നിങ്ങളുടെ കീഴിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നു, അല്ല നിങ്ങളുടെ കീഴിലല്ല ഞാൻ നിൽക്കുന്നത്. എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ വേണ്ടി വന്നേക്കരുത്. എൻ്റെ തന്നെ മനുഷ്യൻ്റെ പേര് ഇനി നിങ്ങൾ എവിടെയെങ്കിലും മെൻഷൻ ചെയ്താൽ നിങ്ങളുടെ പേര് ഉറപ്പായിട്ടും കേസ് കൊടുക്കും. ഞാൻ സീരിയസ് ആയിട്ടാണ് ഒരു കാര്യം പറയുന്നത്. ഇത്ര ദിവസമായിട്ട് ഞാൻ ഒരു മനുഷ്യരോട് ഒരു രീതിയിലും ഇത് ചെയ്തിട്ടില്ല. പക്ഷെ ഇതുപോലെ ആവശ്യമില്ലാത്ത അലിഗൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ചെയ്തിട്ടില്ലാത്ത കാര്യം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടൊക്കെ കള്ളത്തരൊക്കെ വിളിച്ചു പറയണേ. നിങ്ങൾ ഇനി മെസ്സേജ് അയച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇത്രയും നേരം ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യമേ സോറി, എൻ്റെ ബ്ലോഗ് അല്ല, ഇത് മാറ്റണേ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓൾറെഡി പുള്ളിക്കാരിയെ ബ്ലോക്ക്ഡ് ആട്ടോ. നമ്മുടെ ചെറിയൊരു അക്കൗണ്ട് ആട്ടോ, നമുക്ക് വലിയ ഫോളോവേഴ്സിനൊക്കെയാണ് ഇങ്ങനെയൊക്കെ പറയണേ. പുള്ളിക്കാരിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, എനിക്ക് പുള്ളിക്കാരെ വ്യക്തിപരമായിട്ട് അറിയത്ത് പോലും ഇല്ലാത്തൊരു പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ബ്ലോക്ക് മാറ്റട്ടെ. കണ്ടല്ലോ, ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ബ്ലോക്ക് അഴിക്കാം. ഓക്കെ, ഞാൻ ഈ സ്റ്റിക്കർ ഇട്ടേക്കുന്നത് എന്നാന്ന് വെച്ചാൽ അവിടെ ആ ഒരു വ്യക്തിയുടെ ഫോൺ നമ്പർ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്നെ ഒന്ന് വിളിക്കുമോ? എൻ്റെ നമ്പർ ഞാൻ തരാം. എൻ്റെ പേര് തനുജ എന്നാണ് കേട്ടോ. ജെമിൻ എന്നെ വിളിച്ചിരുന്നോ? എന്നിട്ട് ഞാൻ എടുത്തില്ലേ? ഇപ്പോൾ ഫ്രീ ആണോ? ചേച്ചി, എനിക്ക് ചേച്ചിയാണോ അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചായിരുന്നു. 648 ആയിരുന്നു അവസാന നമ്പർ വരുന്നത്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോയി പറഞ്ഞു. ഞാൻ പോയിട്ട് വന്നപ്പോൾ ഒത്തിരി താമസമായിരുന്നു. ഞാൻ വന്നിട്ട് 7:45 തന്നെ അവിടെ എത്തി. പിന്നെ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വരാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതെല്ലാം മേടിച്ചെല്ലാം വെച്ചിട്ട് കിടന്ന് അപ്പം തന്നെ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് രാവിലെയാണ്. ഞാൻ കണ്ടില്ല കേട്ടോ മെസ്സേജ് ഒന്നും, അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരായിരുന്നു. ഇല്ല, അമ്മയ്ക്ക് അടുത്ത മാസം 11-ാം തീയതി ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത്. എവിടെയാണ്? സുഖമായിരിക്കുന്നോ? എൻ്റെ സമയമൊക്കെ വിളിക്കണോ? നിങ്ങൾക്ക് വലിയ ചാടയല്ലേ? ഞാൻ ഇനി അങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം തോന്നുന്നുണ്ടോ കേട്ടോ. ബുധനാഴ്ച തന്നെ അവിടെ പോകട്ടോ. അടുത്ത മാസം അല്ലേ ചേച്ചി? ഓക്കെ. ഒരു ചാടയില്ലേ ചേച്ചി? ഇവിടുന്ന് പോകാൻ നടന്നു പോകട്ടോ. ഞാൻ 2 ദിവസം കൂടെ ഉള്ളെങ്കിൽ എല്ലാ ഏകദേശമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ ഓൾറെഡി കുറേ സാധനം പാക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. വീണ്ടും കട്ടനും സാധനങ്ങളെല്ലാം പിടിപ്പിച്ചായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും വീണ്ടും പിടിപ്പിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും പോവാണ്, നാട്ടിലേക്ക് പോവാം. എനിക്കിപ്പോൾ തിരിച്ചുവരവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. മലപ്പുറം വിളിക്കാത്തൊന്നല്ലേ ചേച്ചി? ഞാൻ എന്തായാലും മറ്റന്നാൾ ബുധനാഴ്ച തന്നെ അവിടെ പോകട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കാണാൻ പറ്റുമോ പോകുന്നതിനിടയ്ക്ക്? ഇന്നാട്ടോ അമ്മയുടെ ഓപ്പറേഷൻ. പ്രാർത്ഥിക്കണേ. സുഖമായിരിക്കുന്നോ? അമ്മയുടെ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ. എന്നാടാ നീ എന്നെ കോൾ ചെയ്യണേ? എന്നാ പറ്റി? പറയുന്നവർ പറയട്ടെ. എന്നാത്തിനാ ഈ പറയുന്നവരടുത്ത് മറുപടി എടുക്കാൻ പോകുന്നത്? ചുമ്മാ ഞാൻ തന്നെ സന്തോഷിച്ചു, ദൈവമേ അടിപൊളിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ മനസ്സിലായി ആക്കിയതാണെന്ന്. ഒന്ന് കോൾ ചെയ്യണേ ഇങ്ങോട്ട്. സംസാരിക്കുന്നത് ചേച്ചി, ഞാനിപ്പോൾ മെസ്സേജ് കണ്ടേ, ഒന്നും തോന്നില്ല കേട്ടോ.
അല്ല ചേച്ചി ഞാൻ എനിക്കറിയത്തില്ല ചേച്ചി, ഞാൻ ചേച്ചിക്ക് അറിയാലോ ചേച്ചി, എനിക്ക് എന്നെ ഉണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നത് ചേച്ചിക്ക് അറിയാലോ, എന്നോട് US ചേച്ചിക്ക് അറിയാലോ. അത് അറിയത്തില്ലാത്ത കുറേ പൊട്ടന്മാർ ആൾക്കാർ വന്നിട്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നോക്കുന്നു. ഞാൻ പറഞ്ഞു അതുപോലെ കാര്യങ്ങൾ മേടിച്ച് കൊടുക്കണം. എനിക്ക് യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടും. മഞ്ചേട്ട ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ മറ്റേ വീഡിയോ നോക്കി വലിയ നാളില്ലേ എന്ന് പറയും. മഞ്ചേട്ട ഇല്ലാത്ത സമയത്ത് ഇതേ ചോദ്യം തന്നെ. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം, എന്റെ മരണം പറയാൻ ഞങ്ങൾ ആൾക്കാർ ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന കാര്യം എല്ലാവരും അറിയാം. അതിനുവേണ്ടി എന്റെ മരണം പറയാൻ ചേച്ചി സത്യമായിട്ട് എനിക്ക് അത്രയും ഭ്രാന്ത് എടുക്കുന്നു. ഇവർക്ക് എന്തിനും സുഖം ഞാൻ വേറെ ആരും പേഴ്സണൽ മെസ്സേജ് അല്ല, എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചേക്കും ചേച്ചി ആൾക്കാർ. പലതും ഞാൻ കണ്ടില്ല കേട്ടില്ല വെച്ചു, പക്ഷേ എന്നാലും എനിക്ക് പറ്റുന്നില്ലാതാവുന്നുണ്ട് എല്ലാ രീതിയിലും. ഫോട്ടോ കാണിച്ചു ഈ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർ മെസ്സേജ് ഒന്നും നീ നോക്കണ്ട. നമ്മൾ മാനസികമായിട്ട് തളർത്താൻ ഒരുപാട് പേര് ശ്രമിക്കും. എന്തിനാണ് എൻ്റെ മോളുടെ അപ്പൻ എന്ന് പറയുന്ന വ്യക്തിയും അയാളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഇപ്പം ജീവിക്കുന്ന വെപ്പാട്ടിന്ന് ഞാൻ പറയുന്നു. അവിടെ പോയി കഴിഞ്ഞിടയ്ക്ക് പറയാം ഞാൻ ഓണത്തിന് 2 ദിവസം മുന്നേ അവരെ തേടി പോയി അവിടെ ചെന്ന് നാട്ടുകാരുടെ ഫോട്ടോ കാണിച്ച് ബഹളം ഉണ്ടാക്കിയെന്ന്. എന്ത് കള്ളാണോ പറയുന്നത്? CCTV ദൃശ്യമുണ്ട് അവരുടെ കയ്യിലെന്ന്. അത് പുറത്ത് വിടാൻ പറഞ്ഞിട്ട് പുറത്ത് വിടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആഴ്ചയിൽ മേലെ പോയിട്ട് കേട്ടും എന്നെ എൻ്റെ ദൈവനെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലായി അത് കള്ളമാണ്. എന്തിനാണ് ഇതിനൊക്കെ നീ പ്രതികരിക്കാൻ പോകുന്നത്? നോക്കുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തെ ഓർത്തിട്ട് ഒന്നും കമൻറ്റ് നോക്കാതിരിക്കുക. കമൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കാതെ വീഡിയോ ആയിട്ട് പോവുക. ഈ കമൻറ്റ് തരുന്നവരാണ് നമുക്ക് ചെലവ് വരുന്നത്. നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? എറണാകുളത്ത് പോകുന്നതിന് മുന്നേ കാണുന്നപ്പോൾ നീ കണ്ടില്ല, ഭയങ്കര ജാട കാണിച്ചു പോയി. ആവശ്യമില്ലാത്ത ഒരു കാര്യമൊന്നും ചിന്തിക്കരുത് കേട്ടോ. അങ്ങനെ രാവിലെ എന്നെ വിളിക്കണേ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്, ഹാപ്പി ആയിട്ടിരിക്കും, ടെൻഷൻ ഒന്നും അടിക്കരുത്. ദൈവത്തെ ഓർത്ത് അർത്ഥം പോലും അറിയില്ല, വായിക്കാൻ അറിഞ്ഞിട്ട് വേണ്ട അർത്ഥം. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത എനിക്കാണോ ഇങ്ങനെ കഴിക്കുന്നത്? എനിക്ക് അതിൻ്റെ അർത്ഥം പോലും അറിയില്ല, വായിക്കാൻ അറിഞ്ഞിട്ട് വേണ്ട അർത്ഥം അറിയാം. അയ്യോ എന്താ പറയേണ്ടത്? സുഖമായിട്ടിരിക്കുന്നു. വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നോ? നിങ്ങളെ ഡോക്ടർ അനു എന്ന് പറയുന്ന ആൾ ഞങ്ങളെ ഫ്ലാറ്റിൽ വന്ന് ഞങ്ങളെ തല്ലിയതും എന്നെ തല്ലിയില്ല, എൻ്റെ മോളെ തല്ലിയതും പോലീസ് സ്റ്റേഷനിൽ കയറിയതും ഞങ്ങൾ എറണാകുളം വിട്ട് പോകുന്നൊന്നും അറിഞ്ഞില്ലായിരുന്നോ? ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് അവിടെ എത്തിച്ചു കൊടുക്കരുത് കേട്ടോ. എന്നെ മോളെയും ഈ ഒരു മെസ്സേജ് അയക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ ഈ പറയുന്ന വോയിസ് അവർക്ക് കൊടുക്കരുത്. അവർ കൊടുത്ത് അവരപ്പം അവരിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയുണ്ട്, അതിൽ കൊണ്ടുവന്ന് വോയിസും കേൾപ്പിച്ച് എന്നെ തെറിയും പറഞ്ഞ് വീഡിയോ ചെയ്യും കേട്ടോ. അനുഭവിച്ച് ഞാനും എൻ്റെ മോളാണേ, കാണുന്ന മുഖങ്ങളൊന്നും അല്ല പുറത്തുള്ള ഓരോരുത്തരുടെയും. ചേച്ചി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബേസിക്കലി ആരും ചോദിക്കാറില്ല, പറയാറില്ല. പിന്നെ യൂട്യൂബിൽ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. കാര്യം ഞാൻ എൻ്റെ രീതിയിൽ കുറേ രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്. ആ ചേച്ചിക്ക് അറിയാമല്ലോ, ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് അല്ല, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആക്റ്റീവ് ഒന്നുമല്ലോ. റീൽസ് വല്ലപ്പോഴൊക്കെ ഇടും എന്നുള്ളതല്ല. ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് തന്നെ കുറേ നാളായി. പിന്നെ അനൂസിനെ എനിക്കറിയാം, മീൻസ് ഞങ്ങളൊരു 1.5 വർഷമായിട്ടുള്ള ജസ്റ്റ് പരിചയമാണ്. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. മനുഷ്യടെ മരിച്ച സമയത്ത് പരിചയപ്പെട്ടാണ്. ഞാൻ പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഞാൻ അങ്ങനത്തെ കാര്യം ആരോടും ചോദിക്കാറുമില്ല, എന്നോട് സംസാരിക്കാറുമില്ല. പിന്നെന്താ പറയണ്ട, ഞാൻ എന്തായാലും ഇങ്ങോട്ട് ഇപ്പോൾ എറണാകുളത്തേക്ക് മാറി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇപ്പോൾ ഏകദേശം ഇവിടെ വന്നിട്ടൊരു 1 മാസമൊക്കെ ആയി. അതിൻ്റെ രീതിയിലൊക്കെ ഇങ്ങനെ ഒക്കെ പോകുന്നു. സോഷ്യൽ മീഡിയ വീണ്ടും ആക്റ്റീവ് ആണ്. എന്താ സംഭവം എന്തായിരുന്നു പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഇതാണ് തനുജ ചേച്ചിയുടെ അക്കൗണ്ട്. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരെ അയച്ചേക്കുന്ന ഫസ്റ്റ് മെസ്സേജ് പോലും ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം നിങ്ങൾ കണ്ടോ കേട്ടോ. എനിക്ക് മനസ്സിലായി ചേട്ടാൻ. എനിക്കറിയാം നമ്മുടെ മറ്റേ കോമഡി സ്റ്റാർസിലൊക്കെ ഉള്ളതല്ലേ ഞാൻ കണ്ടിട്ടുണ്ട്. കോമഡി സ്റ്റാർസിൽ മാത്രമല്ല കുറേ പ്രോഗ്രാം ഉള്ളതല്ലേ എനിക്കറിയാം. സാരില്ല ചേച്ചി, എല്ലാം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. തമ്പുരാൻ്റെ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം നിശ്ചയിക്കുന്ന പോലെ തന്നെ നടക്കുകയുള്ളൂ. ആളാടോ ജിബി, ഞാൻ ഇന്നലെ മുതൽ വിളിക്കുന്നുണ്ട്. ഇന്നലെ ഫോൺ സ്വിച്ച് ഓഫ്. ഞാൻ വിചാരിച്ചു വിളിക്കുന്ന ഇഷ്ടമല്ലേ, അത് പറഞ്ഞാൽ പോരെ, എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇന്ന് രാവിലെ ഒക്കെ വിളിച്ചു നോക്കി, എന്ത് പറ്റിയതാ ഫോണിന്? ഞാനങ്ങനെ സ്വപ്നത്തിൽ അതിനങ്ങനെ പറയാം. ഞാൻ ഒരിക്കലും വിളിക്കുന്ന ഇഷ്ടമാണ്, ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇന്നലെ ഓൾറെഡി തന്നെ എൻ്റെ ഫോണിൽ ചാർജില്ല. ഞാൻ ഒന്ന് കുത്തിയിട്ടു, ഞാൻ വന്നു, ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ കയറി കിടന്നു. ഞാൻ പിന്നെ സത്യം പറഞ്ഞ് ചിന്തിച്ചിട്ട് പോലുമില്ല. അല്ല, ഞാൻ മനഃപൂർവ്വം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചൊന്നുമല്ല. പിന്നെ രാവിലെ മഴയായിരുന്നു, കറണ്ടില്ലായിരുന്നു. ഞാൻ ഫോൺ ആക്കിയിട്ട് പോലില്ല. ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴാണ് കറണ്ട് വന്നത്. ഞാനങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇതായിട്ട് പറയില്ല, ചേച്ചിക്ക് താല്പര്യം ഇല്ലെങ്കിൽ എന്നെ വിളിക്കും വേണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ഒരു കാര്യം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല.
ഞാൻ പറയാം, ഞാനിത് കണ്ടപ്പോൾ തന്നെ റിപ്ലൈ ആണ്. ഞാൻ ഒരിക്കലും ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ഫോണിൻ്റെ അകത്ത് എപ്പോഴും ഇരിക്കുന്ന ഒരാളല്ല. ഞാൻ ഇന്നലെ ചേച്ചിയോട് പറഞ്ഞില്ലേ, ഞാൻ മാക്സിമം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മാക്സിമം ഓപ്പൺ ചെയ്യുള്ളൂ. ഞാനല്ലാതെ മനഃപൂർവ്വം ഒരിക്കലും ഒരാളെ ഞാൻ ഇതുവരെ ഞാൻ ഇത് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ ഭാഗത്താണ് എന്തെങ്കിലും തെറ്റുണ്ടായിരുന്നെങ്കിൽ ക്ഷമിച്ചത് കേട്ടോ. ഐ എം റിയലി സോറി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴാണോ ഉറങ്ങുന്ന ടൈമിൽ ഞാൻ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എൻ്റെ പിന്നെ കാര്യം പോക്കാണ്. അതുകൊണ്ടാണ് ഞാൻ വന്ന് ഫുഡ് ഉണ്ടാക്കി, എനിക്ക് അവർക്ക് ഫുഡ് കൊടുത്തേ പറ്റുള്ളൂ. ഫുഡ് കൊടുത്തു. ഞാൻ ഈ ഫോണിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ കയറി കിടന്നുറങ്ങിയായിരുന്നത്. ഞാൻ വിളിച്ചിരുന്നു, അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് കേട്ടോ. വേറെ ഏത് നമ്പർ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരണേ, എനിക്കൊന്ന് സംസാരിക്കണം. പിന്നെ എന്തായിരുന്നു, ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണണം. ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ വിളിക്കണേ. എവിടെയാ ഈ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്നാ പറ്റി? ജിബി എന്തിനാണ് ഇങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്? ജിബിയെ വിളിക്കാൻ വേറെ വല്ല നമ്പറുണ്ടോ? അതുകൊണ്ട് എനിക്ക് തരണേ. ഞാൻ എത്ര സമയം വിളിച്ചെന്നറിയോ, സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ്. അതെന്തിനാ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്? ആരെങ്കിലും ബുദ്ധിമുട്ടാക്കുന്നുകൊണ്ടാണോ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത്? കാരണം ചേച്ചി, എനിക്ക് ആ ഒറ്റ ഫോണേ ഉള്ളൂ, ഒരു സിമ്മേ ഉള്ളൂ. കാരണം എൻ്റെ ഐഫോൺ ആയതുകൊണ്ട് അതിനകത്ത് ഒരു സിമ്മേ ഇടാൻ പറ്റുള്ളൂ. ഞാൻ വൈഫൈയിലാണ് എല്ലാം കണക്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കോളുകൾ കുറേ വരുന്നുണ്ട്. ഞാൻ മാക്സിമം എനിക്ക് ഈ ആൾക്കാരോട് എനിക്ക് ആൻസർ പറയാൻ വേണ്ടി താല്പര്യമില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും അല്ലാതാണെങ്കിലും എനിക്കിങ്ങനെ കോൾ വാട്സപ്പിലായാലും അന്ന് ഈ പ്രശ്നത്തിന് ശേഷം എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കുറേ പേരുടെ സ്പ്രെഡാണ്. എനിക്കിത് മാറ്റാൻ വേണ്ടി ഇപ്പോൾ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഈ ഒരു സിമ്മും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ആയതാണ് ഞാൻ മാക്സിമം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നത്. ഞാൻ പറയാം, ഞാൻ പൊതുവേ അങ്ങനെ ആൾക്കാരായിട്ട് സംസാരിക്കാറ് എടുക്കാനായിട്ട് ഉള്ള ഒരാളെ അല്ല, വളരെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. കാര്യം എനിക്കിങ്ങനെ ആൾക്കാരോട് ഒത്തിരി സംസാരിച്ചിരിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഇവരെല്ലാവരും ഒത്തിരി പേര് ഇങ്ങനെ നമ്മൾ ഈ ഫോൺ ഓണാക്കി കഴിഞ്ഞാൽ ചേച്ചി കോൾ വന്നുകൊണ്ടിരിക്കും. എനിക്ക് അവരോട് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ആൻസർ കൊടുക്കുന്നത്, ഞാൻ എന്ത് ആൻസറാണ് കൊടുക്കുന്നത്? മനുഷ്യനെക്കുറിച്ച് ചോദിക്കും, പിന്നെ അതിനെക്കുറിച്ച് അതിൻ്റെ പറയുന്നത്, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ചിലപ്പോൾ ഞാൻ മെഡിസിൻ എടുത്താൽ പോലും ചിലപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വരും. ഞാൻ അതിന് മാക്സിമം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ ചേച്ചി ഞാൻ വിളിച്ചായിരുന്നു ചേച്ചിനെ. ഞാൻ പറയാം, ഞാൻ ആകെ അമ്മേനെ വിളിക്കാൻ വേണ്ടി മാത്രമാണ് ഫോൺ ഓണാക്കുന്ന സത്യം പറഞ്ഞാൽ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം, എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫോൺ ആക്കുള്ളൂ. ഞാൻ അല്ലാതെ വേറെ ആരോടും എന്താ പറയുക അങ്ങനെയൊന്നും ഇതില്ല. കാര്യം എനിക്ക് അതുപോലെ ചേച്ചി കോളും കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ പോലും എനിക്കൊരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ ഈ നെറ്റ് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരിക്കുക ചേച്ചി. എനിക്കിത് ഭയങ്കരമായിട്ട് ഞാൻ സൈലൻ്റ് ആക്കി വെച്ചാലും അപ്പോൾ പിന്നെ ഞാൻ സൈലൻ്റ് മീൻസ് ഇതിനകത്ത് കയറി ഇരുന്നാൽ പിന്നെ ഫുൾ ടൈം ഓൺലൈൻ താങ്കൾ കാര്യം പറയാൻ ആൾക്കാർ എനിക്കിങ്ങനത്തെ കാര്യമൊന്നും കേൾക്കാൻ പറ്റില്ല ചേച്ചി. അതുകൊണ്ട് അല്ലാതെ എനിക്ക് ആരോടും ഒരു കണക്കും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറയില്ല, ഞാൻ വളരെ ജെബി ഭയങ്കരമായിട്ട് സംസാരിക്കും. പക്ഷേ അത് എൻ്റെ മീൻസ് ഞാൻ പറയില്ല, എൻ്റെ ഒരു പ്രശ്നം അതാണ്. ഞാൻ സംസാരിക്കുന്നത് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ജെബി ഭയങ്കര ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം. പക്ഷേ അങ്ങനെയല്ല ചേച്ചി. എന്നെ അറിയാവുന്നവർക്ക്, എന്നെ പേഴ്സണലി അറിയാവുന്ന ആകെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർക്ക് മാത്രമേ എന്നെക്കുറിച്ച് അറിയുകയും ചെയ്യുള്ളൂ. പൊറ്റക്കുഴി എന്ന് അയച്ചെന്താണെന്നറിയോ, എനിക്ക് സ്ഥലപ്പേര് മറന്നു പോകും. അപ്പം ഞാൻ പെട്ടെന്ന് എന്തായാലും നീ നെറ്റ് ഫോൺ മൊത്തത്തിൽ ഓഫ് ചെയ്തേക്കുമല്ലേ, എന്നാൽ അങ്ങനെ കിടക്കട്ടെ വെച്ചിട്ട് ഞാൻ അയച്ചതാണ്. ഓഫ് ചെയ്തു അല്ലേ, ഞാൻ ഫോൺ ചെയ്തായിരുന്നു. ഇന്ന് എപ്പോഴാണോ പോകുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിലാണ്. ഞാൻ രാവിലെ തന്നെ പോകുന്നു. ഉറങ്ങിയിട്ടില്ല, ഇന്നലെ ഉറങ്ങിയില്ല, ഒട്ടും ഉറങ്ങിയിട്ടില്ല. 2 ദിവസമായിട്ട് എല്ലാവരും കൂടെ പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടേ എല്ലാം ശരിയാകണം. ഞാനത് വന്ന് രാവിലെ പോലീസ് സ്റ്റേഷൻ വന്നിരിക്കും. ഇപ്പോഴും സ്റ്റേഷനിലാണോ ഉള്ളത്? ഇറങ്ങിയോ അവിടുന്ന്? ഇത് എന്നെ പോലീസ് സ്റ്റേഷനിൽ ഇതായിട്ട് ഞാൻ പോയൊന്നുമല്ല കേട്ടോ. അത് മനുഷ്യരുടെ ഓട്ടോപ്സി റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി പോയ ദിവസത്തെക്കുറിച്ചാണ് ഈ പറയണേ. അല്ലെങ്കിൽ ഇനി എല്ലാവരും പറയും ഞാൻ എന്തോ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. എനിക്കിതുവരെ ഒരു കേസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ്റെ റിപ്പോർട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. നീ ഫ്രീ ആണോ? എവിടെയാണോ തന്നെ വിളിച്ച് ശല്യം ചെയ്യണ്ടെന്ന് വെച്ചിട്ടാ. എൻ്റെ കോള് വരുമ്പോൾ ദേഷ്യം തോന്നണ്ടെന്ന് വെച്ചിട്ടാ വിളിക്കാതെ. സുഖമായിരിക്കുന്നോ ചേച്ചി? ഞാനിവിടെ നാട്ടിലെ ചേച്ചി മുണ്ടകത്താ. ഞാനിപ്പോൾ വീക്കെൻഡിൽ ഇങ്ങോട്ട് പോരും, തിരിച്ചു പോരും, അങ്ങനെ വയ്ക്കുന്നു. എൻ്റെ വീടും കാര്യങ്ങളൊക്കെ വിൽക്കുന്നതിൻ്റെ പ്ലാനിലായിട്ട് അങ്ങനെ നടക്കുകയാണ്. എന്നോട് വിശേഷമൊക്കെ കുഞ്ഞാവ് എന്തെങ്കിലും സുഖമായിട്ടിരിക്കണോ? അതെ കുട്ടി, കുഴപ്പമില്ല. ഞാനിപ്പോൾ അമ്മയും കൂടെ കൊണ്ടുവന്നു. അമ്മ സുഖമില്ലാതിരിക്കുക. അപ്പം അമ്മയ്ക്ക് കാൽമുട്ട് മാറ്റി വയ്ക്കണം, ഓപ്പറേഷൻ വേണം. അത് ഈ 2 ആഴ്ചക്കുള്ളിൽ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. അത്രയ്ക്കും വയ്യാതിരിക്കുക അമ്മ, സീരിയസാണ്. എന്നുവെച്ചാൽ ഇത്രയും വർഷം അമ്മ ആ വേദന അനുഭവിച്ച് നടന്നതിന് ഡോക്ടർ ഇങ്ങോട്ട് അവാർഡ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എത്രത്തോളം സീരിയസ് ആണെന്ന് മനസ്സിലായില്ലേ. അപ്പം അതിന് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി മാത്രം 1,65,000 വേണം, ഓപ്പറേഷത്തിന് വേണ്ടി മാത്രം. ഇനി ബാക്കി എത്രയാവുമെന്നൊന്നും എനിക്കറിയില്ല. പൈസ ഒന്നും റെഡിയായില്ല ജിബി. ഞാൻ അതിൻ്റെ ഒരു ടെൻഷനിലാണ്. എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിലൊക്കെ ഇന്നിപ്പോൾ ലൈവിൽ വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല എന്താണെന്ന്. നീ സുഖമായിരിക്കണോ? എൻ്റെ എന്താ പറയുക, മുടീൻ്റെ അടിക്ക് വെട്ടി നല്ല കുട്ടിയായിരിക്കുന്നോ? ചേച്ചി എൻ്റെ ദൈവം, ഞാനത് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ചേച്ചി ഞാൻ പ്രാർത്ഥിക്കാം ചേച്ചി. ഞാൻ ലൈവൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു. ഞാൻ എന്തായാലും പ്രാർത്ഥിക്കാം. പിന്നെ സമയം പറഞ്ഞു എന്നെക്കൊണ്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അറിയിച്ചു. എനിക്കും എൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതായിട്ടാണ് നിൽക്കുന്ന. കാര്യം ഫ്രണ്ടും കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ അതേ നാട്ടിൽ വന്നതാണ്. അവരെല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാൻ ചുമ്മാ വീട്ടിൽ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങളിവിടെ ആയിരുന്നില്ല, ഞാൻ മനസ്സിലായി ഇതിങ്ങനെയൊക്കെ ആലോചനയൊക്കെ ഇരിക്കുമായിരുന്നു.
ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. എനിക്കത് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ അതെൻ്റെ അവസ്ഥ അതായിട്ടാ. ഞാൻ കൃപാസന മാതാവിനോട് എന്തായാലും പ്രാർത്ഥിച്ചോളൂ. ഉറപ്പായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ഒന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. എനിക്കറിയാം ജീവനൊക്കെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ആരോടും ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ല. എനിക്ക് അങ്ങനെ ആരോടും പേഴ്സണൽ ഗ്രഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് കമൻറ്റ് വരുന്ന ആളുടെ ഒരാളാണ് ഞാൻ, അതെൻ്റെ മനുഷ്യട്ടായി. അപ്പോൾ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും മരിച്ചു പോയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നവരൊക്കെ പറഞ്ഞോട്ടെ, വിഷയമൊന്നുമില്ല. അവർക്കുള്ള ശിക്ഷ തമ്പരാൻ കൊടുത്തോളൂ, അത്രേ ഉള്ളൂ. എനിക്കല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരു രീതിയിൽ ആരെയായിട്ട് നമ്മൾ വേദനിപ്പിക്കാൻ വേണ്ടി നിൽക്കത്തില്ലാത്തടത്തോളം സാഹചര്യം നമ്മൾ ഇങ്ങോട്ട് നിൽക്കരുത്. എനിക്ക് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ, അതായത് അന്ന് മാതാവിനെ കുറിച്ച് ഈ പുള്ളിക്കാരി, അതായത് ഈ ചേച്ചി തനുജ എന്ന് പറഞ്ഞ ചേച്ചി ഇതിട്ടപ്പോഴത്തേന് എനിക്ക് ആ സെക്കൻഡ് തന്നെ എനിക്ക് വേണം, എൻ്റെ കിടക്കുന്ന എനിക്ക് വേണം ലാസ്റ്റ് ആ ഓഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് എനിക്ക് വേണേൽ ഒരു റിയാക്ഷൻ ചെയ്യാം. എനിക്ക് ആരുടെയും ഇത് ചെയ്യണോട് താല്പര്യമില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഞാൻ ബേസിക്കലി. അപ്പോൾ അല്ലാത്തത്തോളം എൻ്റെ വീട്ടിൽ പഠിപ്പിച്ചേക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. അങ്ങനെ ഒരു ഇതായതുകൊണ്ട് ഞാൻ എന്നിട്ട് പോലും എൻ്റെ മാനവികതയ്ക്ക് വേണ്ടി ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു. ബിക്കോസ് എനിക്ക് എൻ്റെ ഒരു മനസാക്ഷി ഉണ്ടല്ലോ, എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ, ആ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി മാതാവിനെ കുറിച്ച് കളിയാക്കിയിട്ടപ്പോൾ ഞാൻ ആ സെക്കൻഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ വീഡിയോ ഫുള്ള് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ട്. ഞാൻ ടാഗ് ചെയ്യുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ബ്ലോക്കാണ്. അപ്പോൾ കണ്ടേക്കുന്നതിനൊക്കെ അറിഞ്ഞേക്കുന്ന എല്ലാ ആൾക്കാരും ഈ വീഡിയോ യൂട്യൂബിൽ പോയി കാണണം. അത് മാത്രമല്ല, ഞങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ചാനലിൽ കയറി കാണണം. റീച്ച് കിട്ടുമായിരിക്കും, കിട്ടിക്കോട്ടെ, പക്ഷെ പുള്ളിക്കാരുടെ കള്ളത്തരം വെളിവിടണം. കള്ളത്തരം മസ്റ്റായിട്ട് വെളിവിടണം. എനിക്കത് മാത്രമേ ഉള്ളൂ. കാരണം ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ കേട്ടാവും. ഓക്കെ, കാരണം നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യത്തെ ചെയ്തു എന്ന് പറഞ്ഞ് അവരുടെ കുറേ ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അവരുൾപ്പെടെ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. അപ്പം എനിക്ക് അയച്ചേക്കുന്ന ഫുൾ ഡീറ്റെയിൽസ് മെസ്സേജ് ഇത് വേണം, ഈ ഫോൺ എവിടെ വേണമെങ്കിലും ഏത് സൈബർ സെല്ലിൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഇനി ഏത് പോലീസ് സ്റ്റേഷനിൽ കയറാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. ഇനി എവിടെ വേണമെങ്കിലും അതിനുവേണ്ടി വരാം. വിത്ത് നുണപരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ്. അപ്പോൾ അത്രയും തൻ്റെ അടുത്തോടെ ഇവിടെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കുമല്ലോ ശരി. അത് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ മബിനുവിൻ്റെ വീഡിയോ കണ്ട പോലെ, മബിനുവിൻ്റെ വീഡിയോ ഏകദേശം 1.2 മില്യൺ ആൾക്കാർ കയറി കണ്ടു. അതിൻ്റെ താഴോട്ടുള്ള വീഡിയോസ് കാണാതെ ആ ഒരു വീഡിയോയുടെ രീതിയിൽ മാത്രം അഭിപ്രായം പറയാൻ വേണ്ടി അല്ലെങ്കിൽ വന്നേക്കുന്ന ആൾക്കാരായിരിക്കരുത്. താഴോട്ടുള്ള വീഡിയോസ് ഫുള്ള് കണ്ടതിന് ശേഷം ഒരു റിപ്ലൈ എടുക്കാം. ഓക്കെ, അതാണ് മര്യാദ. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റിപ്ലൈ എടുക്കാം. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് കയറി ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കയറി ഒന്ന് വാങ്ങും. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ മിണ്ടാതെ ഒതുങ്ങി മൂലക്കിരിക്കുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ അങ്ങനത്തെ ഒരു വ്യക്തി കേട്ടോ. ഈ പട്ടിയുടെ വായിലേക്ക് നമ്മൾ കമ്പിട്ട് അല്ലെങ്കിൽ കുത്താൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇത് ലാസ്റ്റ് കുത്തിന് കടിക്കാൻ വേണ്ടി ചെല്ലും. അതുവരെ അത് അനങ്ങൂല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ വെറുതെ ഉറങ്ങിക്കിടന്നാലും വിളിച്ചെഴുതി ചോറില്ല എന്ന് പറയുമ്പോഴത്തേന് അത് വേറൊരു സംഭവമല്ല. അപ്പോൾ ഇനി എല്ലാവരോടും എനിക്ക് പറയാനുള്ള ദൈവത്തെ ഓർത്ത് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പുള്ളിക്കാരി മസ്റ്റായിട്ട് കള്ളത്തരം പറയാനുള്ള കാര്യം എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ജിനിച്ചേട്ടനെ ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ച മാക്സിമം ആയിട്ടുണ്ടാവും. അതിക്കുള്ള ആയിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ വീട് മാറുന്നതിന്, ഞങ്ങൾ നിലവിൽ താമസിക്കുന്ന വീട് മാറുന്നതിന് ഒരു 2 ദിവസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 ആഴ്ച അത്രേ ആയിട്ടുള്ളൂ. ഞാൻ പുള്ളിക്കാരനെ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഒരു 22, 23 അല്ല 25 ആ ഒരു ഡേറ്റിനോടനുബന്ധിച്ചാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു ഡേറ്റ് വരുമ്പോഴത്തേന് 16-ാം തീയതിയായി. അപ്പോൾ ജിൻചേട്ടായും വീണ ചേച്ചിയും എനിക്ക് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ തന്നായിരുന്നു. അപ്പം ആ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഇട്ടേക്കുന്ന വീഡിയോയും ജിൻചേട്ടൻ ഇട്ടേക്കുന്ന വീഡിയോയും ഡേറ്റ് നോക്കിയാൽ അറിയാം എന്നാ കണ്ണെന്നുള്ളൊരു കാര്യം. അന്ന് വരെ ഈ ഒരു കാര്യത്തിനോട് പ്രതികരിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ തനുജ എന്ന് പറയുന്ന ഒരു ചേച്ചി. ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഒരാൾക്ക് ഒരു വിഷസ് അയച്ചതിന് ഈ ചേച്ചി ഇങ്ങനെ പറയേണ്ട എന്താണ് ആവശ്യമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെയോ എൻ്റെ മനുഷ്യനോ ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇനി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ലീഗലി ഓൾറെഡി കേസിൻ്റെ പുറകിലാണ്. കേസിൻ്റെ കാര്യത്തിൽ ഞാൻ മുമ്പോട്ട് പോകും. എനിക്കിനി മേല് കീഴൊന്നും നോക്കാനില്ല. മാന്യമായിട്ടാണ് മാന്യമായിട്ട്, അല്ലെങ്കിൽ വേറെ ലെവലിലേക്ക് പോകും. ഓക്കെ, ബൈ.